സിൽവർ ലൈൻ പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ഇറക്കിയ ഉത്തരവ് സർക്കാർ റദ്ദാക്കിയ തീരുമാനം സ്വാഗതം ചെയ്ത് സമരസമിതി. കിരൺ ചേരുകയാണ് ചോറ്റാനിക്കരയിൽ നിന്ന്. കിരൺ, വലിയൊരു ആശങ്ക ഒഴിയുകയാണ്. സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതായതോടുകൂടി, ആ വിജ്ഞാപനം റദ്ദാക്കിയതോടുകൂടി എന്താണ് ചോറ്റാനിക്കരയിൽ നിന്നുള്ള സമരസമിതി അംഗങ്ങൾ പറയുന്നത്? മായ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പൂക്കാട്ടുപടിയിലാണ്. ഈ പൂക്കാട്ടുപടി കഴിഞ്ഞ നാളുകളിൽ, അതായത് ഈ കേരളിൻ്റെ കുറ്റിയിടുന്ന സമയത്തൊക്കെ വലിയ സമരത്തിന് വേദിയായ ഒരു പ്രദേശമാണ്. അന്ന് നിരവധി ആളുകളാണ് ഇവിടെ പ്രതിഷേധവുമായി കേരളിനെതിരെ രംഗത്തെത്തിയിരുന്നത്. ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. അന്ന് ഈ കേരളിൻ്റെ കുറ്റിയിടുന്ന സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ, പോലീസിൻ്റെ ഒക്കെ എല്ലാം തന്നെ ഭാഗത്തു നിന്നുള്ള വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്ന ഒരു ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഇപ്പോൾ വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത്. രാജൻചേട്ടൻ, ഈ കേരള വിരുദ്ധ സമിതിയുടെ ജില്ലാ വൈസ് ചെയർമാനാണ്. ഞാൻ കേരള വിരുദ്ധ ജനകീയ സമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് ചെയർമാനാണ്. 2021 കേരള സിൽവർ ലൈൻ വിനാശ പദ്ധതിക്കെതിരെ ഉള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം തുടങ്ങിയതിന് ശേഷം കല്ലിടലോടുകൂടിയാണ് ഈ പദ്ധതിക്കെതിരായിട്ടുള്ള ജനരോഷം ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത്. അന്ന് യഥാർത്ഥത്തിൽ ഒരു അംഗീകാരം കിട്ടിയ DPRO, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഇന്ത്യൻ റെയിൽവേയുടെയോ അംഗീകാരമില്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി പോലീസിനെയും കൂട്ടി ബലം പ്രയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ വീടിൻ്റെ മതിൽ വരെ ചാടിക്കടന്ന് ബലമായി കല്ലിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിനെയെല്ലാം ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുകയും സർക്കാരിൻ്റെ ഈ നടപടിയെ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാ പ്രതിഷേധങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് പിന്നീടുണ്ടായത്. എന്നാൽ ഇന്ന് ആ പദ്ധതിക്കെതിരായിട്ട് നടന്ന എല്ലാ സംരംഭങ്ങളിലും, എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളിലും, യോഗങ്ങളിലും ഞങ്ങളുടെ ഒപ്പം UDF എന്ന സംഘടന ഉറച്ചു നിന്നിരുന്നു. ശ്രീ VD സതീശൻ അവർ ഞങ്ങളുടെ ഒട്ടുമിക്കവാറും തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുകയും സംസാരിക്കുകയും ഞങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ പോയി ഓഫീസിൽ പോയി സന്ദർശിക്കുകയും സമരസമിതിയുടെ പേരിലുള്ള ഒരു മെമ്മോറാണ്ടം, ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു മെമ്മോറാണ്ടം അദ്ദേഹത്തിന് നൽകുകയും ആ മെമ്മോറാണ്ടം സ്വീകരിച്ച ഉടനെ തന്നെ അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് ആ കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആണ് ഇന്ന് മന്ത്രിസഭയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും കേരള പദ്ധതി എന്ന വിനാശ പദ്ധതി റദ്ദു ചെയ്യുകയും അത് സംബന്ധിച്ച് ഇതേവരെ ഇറക്കിയിട്ടുള്ള ഭൂമി മരവിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷനുകൾ റദ്ദു ചെയ്യുകയും സമരക്കാർക്കെതിരെ എടുത്തിട്ടുള്ള എല്ലാ അന്യായമായ കേസുകളും പിൻവലിക്കാമെന്ന് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം ഈ സർക്കാരിനെ അഭിനന്ദിക്കുകയും ഞങ്ങളൊക്കെ ഏതാണ്ട് 5-6 വർഷമായിട്ട് ഉറക്കമുളച്ചെന്നോണം അങ്ങേയറ്റം കഷ്ടത അനുഭവിച്ച് ഞങ്ങൾ നേരെ സന്തോഷിക്കുന്നു.